പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ, വഫാത്തിനും വേദിയായ, ഹിജ്റയ്ക്ക് വേദിയായ റബീഉൽ അവ്വലിനോട് ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തിന് പ്രത്യേകമായ ഒരാഭിമുഖ്യം, സ്നേഹം തോന്നിയാൽ അതൊരിക്കലും തെറ്റാവുകയില്ല എന്നെങ്കിലും മനസ്സിലാക്കിയാൽ ഈ സന്ദർഭങ്ങളിൽ പലപ്പോഴും ഉയർന്നു വരുന്ന വിവാദങ്ങൾ കരുതി ഉണ്ടാകുമെന്നാണ് ഞാൻ പറയുന്നത്. ചിലപ്പോഴൊക്കെ നബിദിനാഘോഷം ഹറാമാണ്, ശിർക്കാണ്, ബിദ്അത്താണ്. അതുപോലെ തന്നെ നബിദിനം ആഘോഷിച്ചില്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, ബിദ്അത്താണ്, ശിർക്കാണ്. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നുള്ള ഈ അർത്ഥശൂന്യമായ ഏറ്റുമുട്ടലുകളുമായി പോകുന്നതിന് പകരം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തോട് അഭേദ്യമായി ബന്ധപ്പെട്ട ചില നാളുകളിലൂടെ നാം കടന്നു പോവുകയാണ്. എപ്പോഴും ഓർക്കുകയും എപ്പോഴും പറയുകയും എപ്പോഴും ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യേണ്ട റസൂലിനെ അതുപോലെ പറയാൻ, അതുപോലെ പാടാൻ, അതുപോലെ കേൾക്കാൻ, അതുപോലെ പ്രവർത്തിക്കാൻ കഴിയാത്ത നമ്മൾ ഈ ഒരു മാസത്തിൽ പ്രത്യേകമായി ശ്രമിച്ചാൽ എന്താ, ഒരു കുഴപ്പമില്ല. പലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കാറുള്ളത് സുന്നികൾക്ക് റബീഉൽ അവ്വൽ പ്രധാനമാണ്, സുന്നി അല്ലാത്തവർക്ക്, മുജാഹിദുകൾക്ക്, ജമാഅത്തുകാർക്ക് റബീഉൽ അവ്വൽ അപ്രധാനമാണ്. ഇങ്ങനെയൊക്കെ ഒരു തരം വികലമായ ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. ഓരോരുത്തർക്ക്, ഓരോ സംഘടനകൾക്ക് ഓരോ തരം മേൽവിലാസം. ചില ആളുകൾ സുന്നിയായാൽ അവൻ പ്രാർത്ഥനയിലിരിക്കണം, മുജാഹിദായാൽ പ്രാർത്ഥനയിലിരിക്കരുത്, സുന്നിയായാൽ തലയിൽ തൊപ്പി വെക്കണം, മുജാഹിദായാൽ തലയിൽ തൊപ്പി വെക്കരുത്, അല്ലെ ജമാഅത്തായാൽ വെക്കരുത്. ഇങ്ങനെയൊക്കെ അനാവശ്യമായ ചില ഐഡൻറ്റിറ്റികൾ നമ്മൾ വെറുതെ കൽപ്പിച്ച് നമ്മളെ തന്നെ നമ്മളല്ലാതാക്കി മാറ്റുകയും വിഭാഗീയതയുടെ തടവറകളിൽ നമ്മൾ വെറുതെ തളച്ചിടുകയുമാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ പുണ്യ റബീഇൽ നമ്മുടെ മദ്രസകളിലൊക്കെ പ്രത്യേകമായി പറയുകയും അനുസ്മരിക്കുകയും അവിടുത്തെ ഗുണഗണങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാട്ടുകളും പ്രസംഗങ്ങളുമൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളുടെ കുരുന്നു മനസ്സുകളിൽ ഇടം കൊടുക്കുകയും ചെയ്ത ഒരു കാലത്തിൻ്റെ തീക്ഷ്ണമായ ഓർമ്മകൾ പ്രവാചക ജീവിതത്തോട് നമ്മുടെ മനസ്സിനെ വല്ലാത്ത ഒരു ഹരം നൽകുകയും പ്രവാചക സ്നേഹത്തിൻ്റെ മൂർത്തിമൽ ഭാവങ്ങളായി ഇന്നലത്തെ തലമുറകൾ ജീവിക്കുകയും ചെയ്തു എന്നുള്ളതൊരു സത്യമാണ്. ആ ചർച്ചകൾ കുറഞ്ഞുപോയി. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നുമല്ല നമ്മൾ വീറും വാശിയും കാണിച്ചുകൊണ്ട് ഉമ്മത്തിൻ്റെ ഇടയിൽ അനാവശ്യമായ ഐക്യത്തിൻ്റെ വാതിലുകളെ അടയ്ക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീനിൻ്റെ കൽപ്പനയ്ക്ക് എതിരാകാത്ത വിധത്തിൽ ഏതെങ്കിലും ഒരു സമയത്തിന് പ്രത്യേകമായ അമിത പ്രാധാന്യം കൽപ്പിച്ച് ഇത് ഇന്നത് ചെയ്താൽ ഇന്ന പുണ്യം ഇത്രയ്ക്കുണ്ടെന്ന് പ്രഖ്യാപിക്കാതെ ആരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ അമിതമായി വിമർശിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ചെയ്തില്ല എങ്കിൽ അവരെ വിമർശിക്കാനോ മെനക്കെടുന്ന ആ പ്രവണത സംഘടനാ സങ്കുചിതത്വത്തിൻ്റെ പേരിൽ മലയാളക്കരയ്ക്ക് അധികമാണ് എന്നതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചതാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഏറ്റവും അവിഭാജ്യവും അനിവാര്യവുമായ ഒരു ഘടകമാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒഴിഞ്ഞു വയ്ക്കുക. അത് എത്രയും അനിവാര്യമാണ് എന്ന യാഥാർത്ഥ്യം മുസ്ലിമായ ആരും നിഷേധിക്കുമെന്ന് കരുതുന്നില്ല. എല്ലാവർക്കും ആ കാര്യത്തെക്കുറിച്ച് ബോധ്യമുള്ള കാര്യമാണ്, ഗ്രാഹ്യമുള്ള കാര്യമാണ്. സവിശേഷമായും ഇക്കാര്യം പറയുമ്പോൾ നാം നിലകൊള്ളുന്ന സമയവും പ്രധാനമാണ്. പരിശുദ്ധമായ ഒരു മാസമാണിത്, റബീഉൽ അവ്വൽ എന്ന് പറയുന്ന മാസം. റബീഉൽ അവ്വൽ മാസത്തിൻ്റെ വൈശിഷ്ട്യം, മഹത്വം എന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമാണെന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജനനം റബീഉൽ അവ്വലിലാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്ത്, മരണം റബീഉൽ അവ്വലിലാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം വഴിത്തിരിവായതും നിർണായകമായി തീർന്നതും ഇസ്ലാമികമായ പുരോയാനത്തിൻ്റെ എല്ലാം നിമിത്തമായി തീർന്നതുമായ മഹാസംഭവം ഹിജ്റ അരങ്ങേറിയതും റബീഉൽ അവ്വലിലാണ്. ആ നിലയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തോട് ഏറ്റവും അധികം ബന്ധം പുലർത്തുന്ന ഒരു വർഷത്തിലെ ഒരു മാസം എന്ന വിധത്തിൽ റബീഉൽ അവ്വലിന് ഇസ്ലാമിക സമൂഹത്തിൻ്റെ മനസ്സിൽ ഒരു സവിശേഷ സ്ഥാനവും പ്രാധാന്യവുമുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കൂടുതൽ അടുത്തറിയാനും അവിടുത്തെ ജീവിതത്തോട് നമ്മുടെ ജീവിതത്തെ ഇഴുകിച്ചേർക്കാനും വിളക്കി ചേർക്കാനും ആ ജീവിതത്തിൻ്റെ
വൈശിഷ്ട്യമാർന്ന മുഹൂർത്തങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ആവേശപൂർവ്വം ഓർത്തെടുക്കാനുമുള്ള ഒരവസരമായി മുസ്ലിം ലോകം ഈ വിശുദ്ധമായ മാസത്തെ മാറ്റിവെക്കാറുണ്ട്. അത് തികച്ചും ന്യായമാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂല് തൊട്ടതെല്ലാം പൊന്നാണ്. അള്ളാഹുവിൻ്റെ റസൂല് എവിടെയെല്ലാം സ്പർശിച്ചുവോ, എന്തിനോടൊക്കെ ബന്ധപ്പെട്ടുവോ അതിൻ്റെ എല്ലാം മഹത്വം ഏറുകയാണ്. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നിർണായകമായ സംഭവങ്ങൾക്ക് വേദിയാക്കിയ ഒരു മാസം എന്ന വിധത്തിൽ അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വലിന് സവിശേഷമായ ഒരു പ്രാധാന്യമുണ്ട്. റബീഉൽ അവ്വലിന് മാത്രം പ്രത്യേകമായ ഒരു പ്രാധാന്യം കൽപ്പിച്ച് എന്തെങ്കിലും സവിശേഷമായ ആരാധനകളോ ആചാരങ്ങളോ നടത്താൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ റബീഉൽ അവ്വൽ എന്ന് പറയുന്ന ആ മാസത്തിൻ്റെ പ്രാധാന്യത്തെ അവഗണിക്കാനോ അല്ലെങ്കിൽ ആ മാസത്തെ നമ്മൾ പ്രത്യേകമായി തിരിച്ചറിയാതിരിക്കാനോ ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്കൊട്ട് സാധ്യവുമല്ല. കാരണം റസൂലിൻ്റെ ജനനം വന്ന ആ മാസത്തിലാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്ത് ആ മാസത്തിലാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹിജ്റയും ആ മാസത്തിലാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം പ്രാധാന്യമുള്ള മറ്റ് സംഭവങ്ങൾ എന്താ? തൻ്റെ ജന്മത്തിന് ഒരു നാൾ വേദിയാവുക, ഒരു മാസം വേദിയാവുക, മരണത്തിനും. അപ്പോൾ ആദ്യം മുതൽ അന്ത്യം വരെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനനവും മരണവുമാണ്. പിന്നെ ആ ജീവിതം ഏറ്റവും അധികം ബന്ധപ്പെട്ട, ഏറ്റവും അധികം സ്വാധീനിച്ച ആ വിശുദ്ധ ജീവിതം ലോകത്തിന് പകർന്നു നൽകിയ സവിശേഷമായ ഈ സംസ്കാരത്തെ ലോകത്ത് മുഴുവൻ വ്യാപനം ചെയ്യുന്നതിന് ഏറ്റവും അനുകൂലമായ അവസ്ഥ സൃഷ്ടിക്കപ്പെട്ട ഒരു സംഭവമാണ് ഹിജ്റ. ഹിജ്റയെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഏറ്റവും പ്രാധാന്യത്തോടെ മുസ്ലിം ലോകത്തിൻ്റെ കലണ്ടറായി മാറിയത് ഹിജ്റയാണ്. ആർക്കാണ് നിഷേധിക്കാനാവുക? മുസ്ലിം ലോകത്തിൻ്റെ കലണ്ടർ ഹിജ്റയെ ആധാരമാക്കിയാണ്. ജനനമായാലോ എന്നാലോചന വന്നു, മരണമായാലോ എന്നാലോചന വന്നു. ആ ആലോചനകളൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കലണ്ടർ തീരുമാനിക്കപ്പെടുന്ന സമയത്ത് വന്ന ആലോചനകളിൽപ്പെട്ടതാണ്. സഹാബാക്കൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ജനനത്തെ ആധാരമാക്കിയാലോ, അപ്പോൾ ജനനത്തിന് അവരുടെ മനസ്സിലൊരിടമുണ്ട്, മരണത്തിനിടമുണ്ട്, അത് പരിഗണനയിൽ വന്നു. പക്ഷേ അതിനേക്കാൾ പ്രധാനമായി ഓർത്തു വയ്ക്കേണ്ടത് ഹിജ്റയാണ് എന്ന് കണക്കാക്കി ഹിജ്റ എന്ന കലണ്ടറിന് നാമകരണം ചെയ്തു. ആർക്കാണ് നിഷേധിക്കാനാവുക? ഹിജ്റയാണ് ഇസ്ലാമിക ലോകത്തിൻ്റെ കലണ്ടർ. ഓരോ വർഷവും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, പുതുവർഷം കടന്നു വരുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ ഹിജ്റ സ്മരണകൾ മുഖരിതമാകണം. ഹിജ്റകളിൽ നിന്ന് നാം പഠിക്കണം പാഠം. ഇസ്ലാമിക ലോകത്തിന് അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും അധികം ഊർജം പകരുന്നത് ഹിജ്റയാണ്. പ്രയാസങ്ങളുടെ അവസാനം, ഇടതടവില്ലാത്ത അവിരാമമായ പീഡനങ്ങളുടെ പർവ്വം അതൊട്ടൊന്ന് ശമിച്ച് അഭയാർത്ഥിയായി നാട് വിട്ട് യാത്ര ചെയ്യേണ്ടി വന്ന, പലായനം ചെയ്യേണ്ടുന്ന ഒരു വ്യക്തി ഏതാണ്ട് 14 ദിവസത്തെ ഇടവേളയ്ക്കകം ഒരു നാട്ടിൻ്റെ അരജനായി, അധികാരിയായി ആരോഹണം ചെയ്യപ്പെടുന്ന അത്ഭുതം. ഒരഭയാർത്ഥി ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിൽ ചെന്ന് രാജാവായി കയറുക. ആ നാടിൻ്റെ രാജ്യത്വം ആ തിരുകരങ്ങളിലും അവിടുത്തെ പ്രിയപ്പെട്ട ഖലീഫമാർ അഥവാ ഉത്തരാധികാരികളിലേക്കും പിൽക്കാലത്ത് കൈമാറ്റം ചെയ്യപ്പെട്ടെന്ന് മുതൽ ഇന്നോളം ആ അധികാരത്തിന് ശോഷണമില്ലാതെ ലോകത്ത് നിലനിന്ന് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമായി അല്ലെങ്കിൽ പോറ്റില്ലമായി വളരാനുള്ള ഭാഗ്യം ഒരു നാടിന് ലഭിക്കുക, അതിനൊക്കെ കാരണമായി ഹിജ്റ ഉണ്ട്. ഹിജ്റയും ഈ മൂന്നും റബീഉൽ അവ്വലിലാണ് എന്ന് പറഞ്ഞാൽ നാം ഇപ്പോൾ നിലകൊള്ളുന്ന ഈ മാസത്തിലാണ്. ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് കാണാതിരിക്കാനാവുമോ? അതുകൊണ്ടാണ് മുസ്ലിം ലോകം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തെ പ്രത്യേകമായി നോക്കാൻ ശ്രമിക്കുന്നത് റബീഉൽ അവ്വൽ. ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, അള്ളാഹുവിൻ്റെ റസൂലിനെ എല്ലായ്പ്പോഴും ഓർക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തെ ചിലർ പറയാറുണ്ട് റബീഉൽ അവ്വൽ പ്രത്യേകമായി റസൂലിനെ ഓർക്കേണ്ടതില്ല. ശരിയാണ്, ആ വാദം അംഗീകരിക്കപ്പെടേണ്ടതാണ്. പ്രത്യേകമായി ഓർക്കേണ്ടതില്ല, എപ്പോഴും ഓർക്കേണ്ടതാണ്. ഈ പറയുന്നവരടക്കം എപ്പോഴും ഓർക്കാറുണ്ടോ? എപ്പോഴും പറയാറുണ്ടോ? എപ്പോഴും ആ ജീവിതത്തെ അതേപടി
നമ്മുടെ ഓർമ്മകളിൽ സജീവമാക്കാറുണ്ടോ? അങ്ങനെ ആക്കിയിരുന്നവരുണ്ടൊരു കാലം. അവർക്ക് റബീഉൽ അവ്വലിൻ്റെ പ്രത്യേകത കൽപ്പിക്കേണ്ട കാര്യമില്ല. കാരണം അവരെപ്പോഴും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വർത്തമാനങ്ങളിലാണ്. എപ്പോഴും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ വിശുദ്ധമായ ജീവിതത്തെ തങ്ങളുടെ ജീവിതത്തിലേക്ക് അവരിങ്ങനെ വിളക്കി ചേർക്കുകയാണ്. അവരുടെ ചർച്ചകളിലും ചിന്തകളിലും ഓർമ്മകളിലുമെല്ലാം അള്ളാഹുവിൻ്റെ റസൂലാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ ഏതെങ്കിലും ഒരു പ്രത്യേക സമയം പരാമർശിച്ചുകൂടാ എന്ന് നമുക്കാർക്കും പറയാനാവില്ലെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. അതിനപ്പുറത്ത് അമിതമായ പ്രാധാന്യം കൽപ്പിക്കുകയും അമിതമായ ഏതെങ്കിലും പ്രത്യേകമായ ഇന്ന തരത്തിലുള്ള പുണ്യങ്ങൾ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിൻ്റെ ന്യായം നമുക്ക് ഒരുപക്ഷെ സ്വീകാര്യമല്ലെങ്കിൽ പോലും ഈ ദിവസത്തിൽ മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഓർമ്മകളിൽ നമ്മൾ പ്രത്യേകമായി മുഴുകുന്നത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തെ പഠിക്കുന്നത്, അത് പകർത്താൻ ബന്ധപ്പെടുന്നത്, അത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കുന്നത്, അവരുടെ പ്രഭാഷണങ്ങളിൽ, അവരുടെ ഗാനങ്ങളിൽ, അവരുടെ പാട്ടുകളിൽ, പറയലുകളിലൊക്കെ അതിനിടം നൽകുന്നത്, അതൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള നമ്മുടെ ആത്മബന്ധത്തെ രൂഢമൂലമാക്കുന്നതിന് വളരെ സഹായകമാണെന്ന് ഇസ്ലാമിക ലോകത്തിന് അനുഭവമുള്ളതാണ്. ഇന്നലകളിൽ നമ്മളതൊക്കെ ചെയ്തു വന്നിരുന്നു. ചിലപ്പോഴൊക്കെ അത്തരം പരിപാടികൾ അതിരുകൾ, സീമകളിൽ ലംഘിക്കാറുണ്ട് എന്നുള്ളത് നിഷേധിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അത് തടയപ്പെടേണ്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അഭിലഷിക്കാത്തതും ദീനിൻ്റെ പൊതു താല്പര്യങ്ങൾക്ക് നിരക്കാത്തതുമായ ഒന്നുകൊണ്ടും അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസ്മരിക്കാൻ പാടില്ലാത്തതാണ് എന്ന് നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ ആ നാളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനെ പുണ്യ റബീഇൽ നമ്മുടെ മദ്രസകളിലൊക്കെ പ്രത്യേകമായി പറയുകയും അനുസ്മരിക്കുകയും അവിടുത്തെ ഗുണഗണങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാട്ടുകളും പ്രസംഗങ്ങളുമൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളുടെ കുരുന്നു മനസ്സുകളിൽ ഇടം കൊടുക്കുകയും ചെയ്ത ഒരു കാലത്തിൻ്റെ തീക്ഷ്ണമായ ഓർമ്മകൾ പ്രവാചക ജീവിതത്തോട് നമ്മുടെ മനസ്സിനെ വല്ലാത്ത ഒരു ഹരം നൽകുകയും പ്രവാചക സ്നേഹത്തിൻ്റെ മൂർത്തിമൽ ഭാവങ്ങളായി ഇന്നലത്തെ തലമുറകൾ ജീവിക്കുകയും ചെയ്തു എന്നുള്ളതൊരു സത്യമാണ്. ആ ചർച്ചകൾ കുറഞ്ഞുപോയി. ആ വർത്തമാനങ്ങൾ തന്നെ ഇല്ലാതായി. വീടുകളിലില്ലാതായി, മദ്രസകളിലില്ലാതായി, പള്ളികളിലില്ലാതായി. അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെടുന്ന പ്രവണത ഇല്ലാതായപ്പോൾ റസൂൽ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമുണ്ട് നമ്മുടെ മുമ്പിൽ എന്ന കാര്യം പോലും മറന്നുപോയി. അള്ളാഹു ഉണ്ട്, അവൻ്റെ മതമായ ഇസ്ലാമുണ്ട്, അതോടൊപ്പം റസൂൽ എന്ന് പറയുന്ന അതിനിടയിൽ ഒരു മധ്യവർത്തി ഉണ്ട്. അതൊന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറയുന്ന അതിനിടയിൽ അള്ളാഹുവിനും റസൂലിനും ഇടയിൽ ഒരു മധ്യവർത്തി ഉണ്ട്. ആ മധ്യവർത്തി ഇല്ലെങ്കിൽ അള്ളാഹുവും നമ്മളും തമ്മിൽ ബന്ധമില്ല. മധ്യവർത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ല എന്നല്ല, അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന കണ്ണി എന്നാണ് അതിനർത്ഥം. അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന കണ്ണികളാണ് നബിമാർ. നബിമാരടുപ്പിക്കാതെ അള്ളാഹുവിലേക്ക് ആരടുക്കാൻ ശ്രമിച്ചാലും പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെയും ഇസ്ലാമിൻ്റെയും പരിശുദ്ധമായ അവൻ്റെ ദർശനത്തിൻ്റെയും ഇടയിൽ നമുക്ക് ഇടയിൽ നിലനിൽക്കുന്ന കണ്ണിയാണ്. അതുകൊണ്ട് പുണ്യ റസൂലിനെ നമ്മൾ പ്രത്യേകമായി പഠിക്കണം, അവിടുത്തെ പരിചയപ്പെടണം, അവിടുത്തെ പറയണം, അവിടുത്തെ പാടണം. ഏത് വിധത്തിലെല്ലാം ആ ജീവിതം നമുക്കൊരു ആവേശമാക്കി മാറ്റാനാവുമോ ആ വഴികളെല്ലാം സ്വീകാര്യമാണ്. അതിന് പ്രത്യേകമായ ഒരു സമയം കണ്ടെത്തി എന്നതുകൊണ്ട് അതിന് അള്ളാഹുവിൻ്റെ റസൂല് കൽപ്പിക്കാത്ത പുണ്യപ്രഖ്യാപനം നടത്താതെ അതിലൊരു തെറ്റുമില്ല എന്ന് മനസ്സിലാക്കണം. പലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കാറുള്ളത് സുന്നികൾക്ക് റബീഉൽ അവ്വൽ പ്രധാനമാണ്, സുന്നി അല്ലാത്തവർക്ക് മുജാഹിദുകൾക്ക് ജമാഅത്തുകാർക്ക് റബീഉൽ അവ്വൽ അപ്രധാനമാണ്. ഇങ്ങനെയൊക്കെ ഒരു തരം വികലമായ ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. ഓരോരുത്തർക്ക് ഓരോ സംഘടനകൾക്ക് ഓരോ തരം മേൽവിലാസം. ചില ആളുകൾ സുന്നിയായാൽ അവൻ പ്രാർത്ഥനയിലിരിക്കണം, മുജാഹിദായാൽ പ്രാർത്ഥനയിലിരിക്കരുത്, സുന്നിയായാൽ തലയിൽ തൊപ്പി വെക്കണം, മുജാഹിദായാൽ തലയിൽ തൊപ്പി വെക്കരുത്, അല്ലെ ജമാഅത്തായാൽ വെക്കരുത്. ഇങ്ങനെയൊക്കെ അനാവശ്യമായ ചില ഐഡൻറ്റിറ്റികൾ നമ്മൾ വെറുതെ കൽപ്പിച്ച് നമ്മളെ തന്നെ നമ്മളല്ലാതാക്കി മാറ്റുകയും വിഭാഗീയതയുടെ തടവറകളിൽ നമ്മൾ വെറുതെ തളച്ചിടുകയുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുജാഹിദായാൽ തൊപ്പി വെച്ചുകൂടെ? കേരളത്തിലെ അറിയപ്പെട്ട എത്രയോ മുജാഹിദിൻ്റെ നേതാക്കന്മാരെ തൊപ്പിയില്ലാതെ കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, തൊപ്പി വയ്ക്കാത്ത, തൊപ്പി എന്ന് പറയുന്ന തലമറയ്ക്കുന്ന സുന്നത്ത് ഒഴിവാക്കുന്ന ഒരു തലമുറയെ ഞാൻ കാണുന്നു. ഇത് അപകടമാണെന്ന് മുജാഹിദിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് പറയുന്നത് നമുക്ക് കേൾക്കാം. ഉമർ മൗലവി പറയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും തലമറച്ചോണമെന്ന് ഞാൻ വാശി പറയല്ല.
പക്ഷെ തലമറയ്ക്കലൊരു സുന്നത്താണെന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. പക്ഷേ മുജാഹിദായ തല മറച്ചുകൂടാ എന്നുള്ളത് വാസ്തവത്തിൽ വികലമായ സങ്കല്പമാണെന്നാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ നിന്ന് അറിയപ്പെട്ട പേരൊക്കെ ഞാൻ ഇവിടെ ഒന്നുകൊണ്ട് പറയേണ്ടതില്ലാത്തതുകൊണ്ടാണ്. എത്ര മുജാഹിദുകളായ നേതാക്കന്മാർ തല നിത്യമായി മറച്ചുകൊണ്ട് കേരളത്തിൽ സഞ്ചരിക്കുന്നു. തല തുറന്നിട്ട് ഒരു പിക്ചർ പോലും അവരുടെ കാണാൻ കഴിയില്ല. കേരളത്തിലെ ഏറ്റവും മികച്ച സലഫി പള്ളികളിൽ ഖത്തീബുമാരായ ആളുകളെ നിങ്ങൾക്ക് ഖത്തീബായി മെമ്പറി നിൽക്കുമ്പോഴും അല്ലാത്ത, പക്ഷെ നമ്മുടെ സങ്കല്പങ്ങൾ വികലമാണ്. ഉമ്മത്തിൻ്റെ ഉള്ളിൽ വിള്ളൽ സൃഷ്ടിക്കാൻ തല മറയ്ക്കാതിരുന്നാൽ മുജാഹിദാകാം, നല്ല ജമാഅത്താകാം, തലമറച്ച സുന്നിയാകാം. ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ പഠിച്ചു വെച്ചേക്കുക. അങ്ങനെയൊന്നുമില്ല. തലമറയ്ക്കുന്നത് നന്മയാണ്, പുണ്യമാണെന്ന് വരെ സലഫി സമൂഹത്തിൻ്റെ ബഹുമാന്യനായ എല്ലാവരും അംഗീകരിക്കുന്ന ഇബ്നു അബ്ബാസ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് ഖുർആനിൻ്റെ ആയത്താണ്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാം, ഇന്നും ഗൂഗിളിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നത് ഖുർആനിൻ്റെ ആയത്താണ്. ഞാനത് പരിശോധിച്ചു, ഈ കഴിഞ്ഞ ദിവസം നോക്കിയതാ. അദ്ദേഹം പറഞ്ഞു, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങൾ ഓരോ നമസ്കാര സമയത്തും എടുത്തണിയണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുകൊണ്ട് തലമറച്ചുകൊണ്ടുള്ള നമസ്കാരം അല്ലാത്ത നമസ്കാരത്തെക്കാൾ ഉത്തമമാണെന്ന് സലഫി ലോകത്തിൻ്റെ ഈ അടീതകാലത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ സർവ്വസ്വീകാര്യനായ അബ്ദുല്ലാഹി ഇബ്നു ബാസ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആരെങ്കിലും ഇപ്പോൾ തലമറച്ചില്ല എങ്കിൽ ഞാൻ ആരെയും അടിച്ചേൽപ്പിക്കുകയല്ല, ഇതൊരു ഫർളല്ല. പക്ഷേ അതിനൊരു മഹത്വമുണ്ട് എന്നുള്ളത്, ഇല്ല എന്നുള്ളത് ഒരു സംഘടനയുടെ ഐഡൻറ്റിറ്റി ആയിട്ടൊന്നും ആരും കാണാൻ ശ്രമിച്ചാൽ ആ സംഘടനക്കാരോ ആ ആശയക്കാരോ പോലും അംഗീകരിക്കുകയില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കണം നമ്മൾ. അതുപോലെ തന്നെ സുന്നി ആയാൽ തലമറയ്ക്കണം. സുന്നി എന്ന് പറഞ്ഞിട്ട് തലമറയ്ക്കുകയേ ചെയ്യാത്ത എന്തോരാളുകളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ തലമറയ്ക്കലൊരു പുണ്യമാണ്, മഹത്വമാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അത് സുന്നികൾ മാത്രമല്ല, സലഫികളുണ്ട്. അതുപോലെ തന്നെ ജമാഅത്തിൻ്റെ ഉലമാക്കളൊക്കെ ഖുത്ബകളിൽ അവർ തലമറച്ച് നിൽക്കുന്ന ദൃശ്യമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ തലയിലൊന്നും അറിയാതെ പോലും ഒരു തട്ടം വീണുകൂടാ എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കുന്ന നമ്മുടെ സങ്കല്പമാണ്. അനാവശ്യമായ അടിച്ചേൽപ്പിക്കലുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത്തരത്തിൽ ഇത്തരം മൂഢസങ്കല്പങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിയുമ്പോഴേ യഥാർത്ഥ ഇസ്ലാമിനെ തിരിച്ചറിയാനാകുമെന്നാണ് ഞാൻ പറയുന്നതിനർത്ഥം. അല്ലാതെ തലമറയ്ക്കാത്തവൻ സുന്നിയല്ല, അല്ലെങ്കിൽ ശരിയായ മുസ്ലിമല്ല, തലമറച്ചവനെല്ലാം സുന്നിയാണ് എന്നൊന്നും ഞാൻ പറയുകയല്ല. അങ്ങനെ ഒന്നും ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തെ അങ്ങ് അടിച്ചേൽപ്പിക്കാൻ മെനക്കെടുന്ന ആളുമല്ല. പക്ഷേ ഇത്തരത്തിലുള്ള വികലമായ സങ്കല്പങ്ങളും, അതുപോലെ തന്നെ നമസ്കാരത്തിന് ശേഷം ദുആയ്ക്ക് ഒരാൾ ഇരുന്നാൽ അവൻ സുന്നിയായി, ദുആയ്ക്ക് ഇരുന്നില്ലെങ്കിൽ അവൻ സലഫിയായി. അതുകൊണ്ട് ഞാൻ സലഫി ആയതുകൊണ്ട് എനിക്ക് ദുആയ്ക്ക് ഇരുന്നേ കൂടാ, സുന്നി ആയതുകൊണ്ട് എനിക്ക് ഫർളാണ്, എനിക്ക് എഴുന്നേക്കാനേ മേല. ഇതൊക്കെ വെറും മൂഢസങ്കല്പങ്ങളാണ്. ചില സംഘടനകളുടെ ഐഡൻറ്റിറ്റിയായി നമ്മൾ തന്നെ അങ്ങ് പ്രഖ്യാപിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം. ഇതൊന്നും ഓരോന്നായി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വന്നാൽ അത് വേറെ സമയമാണ് വേണ്ടത്. ഞാൻ അങ്ങോട്ട് പോവുകയല്ല. ഞാൻ പറഞ്ഞത് മുബിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ, വഫാത്തിനും വേദിയായ, ഹിജ്റയ്ക്ക് വേദിയായ റബീഉൽ അവ്വലിനോട് ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തിന് പ്രത്യേകമായ ഒരാഭിമുഖ്യം, സ്നേഹം തോന്നിയാൽ അതൊരിക്കലും തെറ്റാവുകയില്ല എന്നെങ്കിലും മനസ്സിലാക്കിയാൽ ഈ സന്ദർഭങ്ങളിൽ പലപ്പോഴും ഉയർന്നു വരുന്ന വിവാദങ്ങൾ കരുതി ഉണ്ടാകുമെന്നാണ് ഞാൻ പറയുന്നത്. ചിലപ്പോഴൊക്കെ നബിദിനാഘോഷം ഹറാമാണ്, ഷിർക്കാണ്, ബിദ്അത്താണ്. അതുപോലെ തന്നെ നബിദിന ആഘോഷിച്ചില്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, ബിദ്അത്താണ്, ഷിർക്കാണ്. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നുള്ള ഈ അർത്ഥശൂന്യമായ ഏറ്റുമുട്ടലുകളുമായി പോകുന്നതിന് പകരം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തോട് അഭേദ്യമായി ബന്ധപ്പെട്ട ചില നാളുകളിലൂടെ നാം കടന്നു പോവുകയാണ്. എപ്പോഴും ഓർക്കുകയും എപ്പോഴും പറയുകയും എപ്പോഴും ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യേണ്ട റസൂലിനെ അതുപോലെ പറയാൻ, അതുപോലെ പാടാൻ, അതുപോലെ കേൾക്കാൻ, അതുപോലെ പ്രവർത്തിക്കാൻ കഴിയാത്ത നമ്മൾ ഈ ഒരു മാസത്തിൽ പ്രത്യേകമായി ശ്രമിച്ചാൽ എന്താ? ഒരു കുഴപ്പമില്ല. ഇവിടെ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഞാൻ പലപ്പോഴും സുന്നികളുടെ പള്ളികളിൽ പ്രസംഗിക്കാൻ പോയി. ഈ കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരത്ത് 3-4 സുന്നികളുടെ ഏറ്റവും വലിയ പള്ളികളിൽ പ്രസംഗിച്ചിട്ടാണ് വന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ റബീഉൽ അവ്വൽ ഒരു ക്യാമ്പയിൻ തന്നെയായിരുന്നു, പുണ്യനബിയെ അറിയുക. റബീഉൽ അവ്വലിലെ ക്യാമ്പയിനായിരുന്നു. അങ്ങനെ ഇവിടെ സത്യത്തിൽ സംഘടനകളെ നമ്മൾ തെറ്റായി ധരിക്കുകയാണ്. നമ്മൾ ചില സംഘടനക്കാരാണെന്ന് വിചാരിച്ചിട്ട് റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്യാമ്പയിൻ നടത്തുന്നു ജമാഅത്തെ ഇസ്ലാമി. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നുമല്ല നമ്മൾ വീറും വാശിയും കാണിച്ചുകൊണ്ട് ഉമ്മത്തിൻ്റെ ഇടയിൽ അനാവശ്യമായ ഐക്യത്തിൻ്റെ വാതിലുകളെ അടയ്ക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീനിൻ്റെ കൽപ്പനയ്ക്ക് എതിരാകാത്ത വിധത്തിൽ
ഏതെങ്കിലും ഒരു സമയത്തിന് പ്രത്യേകമായ അമിത പ്രാധാന്യം കൽപ്പിച്ച് ഇത് ഇന്നത് ചെയ്താൽ ഇന്ന പുണ്യം ഇത്രയ്ക്കുണ്ടെന്ന് പ്രഖ്യാപിക്കാതെ ആരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ അമിതമായി വിമർശിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തില്ല എങ്കിൽ അവരെ വിമർശിക്കാനോ മെനക്കെടുന്ന ആ പ്രവണത സംഘടനാ സങ്കുചിതത്വത്തിൻ്റെ പേരിൽ മലയാളക്കരയ്ക്ക് അധികമാണ് എന്നതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചതാണ്. പടച്ചതമ്പുരാൻ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നന്നായി കാര്യങ്ങളെ ഗ്രഹിക്കണം. ആവശ്യമില്ലാത്ത ഐഡൻറ്റിറ്റികളൊക്കെ അങ്ങോട്ട് വെച്ച് അതൊക്കെ ആർക്കാണ്? പണ്ഡിതന്മാർക്കിടയിൽ നടക്കുന്ന വലിയ വലിയ ചർച്ചകളിൽ അവർ തന്നെ ഒന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ തലമറയ്ക്കൽ വാജിബല്ല, നിർബന്ധമല്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ അവർ തന്നെ തലമറയ്ക്കുന്നതിന് വിമുഖത കാണിക്കാതിരിക്കുമ്പോൾ അവരുടെ അനുയായികളാണെന്ന് പറയുന്നവർ തലമറയ്ക്കാനേ പാടില്ല എന്ന് വാശി കാണിക്കുന്നത് കാണിച്ചോളൂ. പക്ഷേ അതൊന്നും യഥാർത്ഥ രീതി അതല്ല. അക്കാര്യത്തിലൊക്കെ വിട്ടുവീഴ്ചകളും വ്യത്യസ്ത നിലപാടുകളും ആകാവുന്നതാണ് എന്ന ഒരു മനോഭാവം നമുക്കൊക്കെ ഉണ്ടാകണം. തിരിച്ചറിവുകൾ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. എന്തൊക്കെയെങ്കിലുമൊക്കെ പണ്ട് ഇങ്ങനെ അങ്ങ് കേട്ടുവെച്ചു, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ അതായിരിക്കണമെങ്കിൽ അങ്ങനെ തന്നെ പോകണം. മാറിപ്പോയാൽ ഞാൻ വേറെ വല്ലതുമാണെന്ന് വല്ലവരും വിചാരിച്ചാലോ, അങ്ങനെ ഒന്നും നാം കരുതരുത്. അതൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ തിരിത്തനിവാര്യമാണ്. ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനോട് നമുക്കുള്ള ബന്ധം എന്താ? സാധാരണ ഒരു മനുഷ്യനെ പോലെയോ നമുക്ക് അള്ളാഹുവിൽ നിന്ന് സന്ദേശം എത്തിച്ചു തന്ന ഒരു പ്രബോധകൻ എന്ന നിലയിൽ മാത്രമോ അള്ളാഹുവിൻ്റെ റസൂലിനെ കാണുന്നതിനപ്പുറത്ത് അതിനേക്കാളെല്ലാം ഉപരിയായ ഒരു ബന്ധം നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് പറയുന്നത് അള്ളാഹുവാണ്. അള്ളാഹു പറയുന്നു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ മിൻ അൻഫുസിഹിം വഔലാദുഹു ഉമ്മഹാത്തുഹും വഉലുൽ അർഹാമി ബഅ്ദുഹും ഔലാ ബിബഅ്ദിൻ ഫീ കിതാബില്ലാഹി മിനൽ മുഅ്മിനീന വൽ മുഹാജിരീൻ. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾക്ക് അവരുടെ ജീവനേക്കാൾ പ്രിയപ്പെട്ടതാണ്. റസൂൽ ഒരു സാധാരണ ആളെപ്പോലെ നമുക്ക് കാണാൻ പറ്റുമോ? വെറും ഒരു സന്ദേശവാഹകന് മാത്രമായി കാണാൻ പറ്റുമോ? സ്വന്തം ജീവനേക്കാൾ അള്ളാഹുവിൻ്റെ റസൂൽ വിലപ്പെട്ടതാണ്. ഖുർആൻ മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ, അവിടുത്തെ ഭാര്യമാർ അവരുടെ മാതാക്കളാണ്, ഉമ്മമാരാണ്. സാധാരണ റസൂൽ മറ്റുള്ളവരെ പോലെയാണോ? ആണോ? ജീവനേക്കാൾ വിലപ്പെട്ടതാണ് റസൂൽ, ജീവനേക്കാൾ വിലപ്പെട്ടതാണ്. ഉമ്മമാരോ ഭാര്യമാരോ? ഉമ്മമാരാണ് നമുക്ക് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്. വേറെ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? എന്താണ് ആ ഉത്തരവാദിത്വം? എന്താണ് ആ കടപ്പാട്? അത്രയും വലിയ കടപ്പാട് അള്ളാഹുവിൻ്റെ റസൂലിനോട് നമുക്കുണ്ടെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. ആ കടപ്പാട് ഉണർന്നാണോ? ജീവനേക്കാൾ നമുക്ക് സ്നേഹിക്കാനായിട്ടുണ്ടോ? വാദങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തുമ്പോൾ അധികം സ്നേഹം ഞങ്ങൾക്കാണ്, ചര്യ ഞങ്ങളോടാണ് കൂടുതൽ ബന്ധപ്പെട്ടത്, അവനോടല്ല എന്ന് പറഞ്ഞ് പരസ്പരം വാദിക്കുമ്പോൾ സ്വന്തം ജീവനേക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കാൻ നമുക്കായോ എന്നാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ രക്തബന്ധുക്കളാണ് പരസ്പരം. മുഹാജിരീൻ മിനൽ മുഅ്മിനീന വൽ മുഹാജിരീൻ. സത്യവിശ്വാസികളിലും മുഹാജിരീങ്ങളിലും പെട്ട രക്തബന്ധുക്കൾ അവർ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ രക്തബന്ധുക്കൾ പരസ്പരം കൂടുതൽ അടുപ്പമുള്ളവരാണെന്നാണ്. പക്ഷേ നബിയുടെ കാര്യത്തിൽ വ്യത്യാസമാണ്, നബിയുടെ ഉമ്മഹാത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസമാണ്. സാധാരണ മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ രക്തബന്ധമാണ് പരിഗണിക്കപ്പെടുന്നത്. പക്ഷേ നബിയുടെ കാര്യം വരുമ്പോൾ ജീവനേക്കാൾ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പ്രിയങ്കരമാകണം. ആ സ്നേഹത്തിലേക്ക് ഇന്നലകളിൽ ഈ സമുദായം മുന്നോട്ട് നടന്നു പോയപ്പോൾ ഈ റസൂലിൻ്റെ ജീവിതവും സംസ്കാരവും ഈ സമൂഹത്ത് വളരെ പടർന്നും പന്തലിച്ചും ജ്വലിച്ചും പ്രകാശിച്ചു നിന്നിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാതെ, ജീവനേക്കാൾ സ്നേഹിക്കാതെ നമുക്ക് റസൂലിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ വക്താക്കളാവുക സാധ്യമേ അല്ല. അപ്പോൾ സ്വന്തം ശരീരത്തേക്കാൾ പരിഗണന വേണം. അതുപോലെ തന്നെ മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നത് എന്താ? ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അത് അതിരുവിടുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹുവിൻ്റെ പദവിയിലേക്ക് പ്രതിഷ്ഠിക്കുമ്പോഴാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അള്ളാഹുവിൻ്റെ പദവിയിലേക്ക് പ്രതിഷ്ഠിക്കാൻ പാടില്ല എന്ന വിലക്കാണ് നമ്മളോട് വയ്ക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം എന്താ? ഖുൽ പറയുക നബിയെ, ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും. നിങ്ങളുടെ പിതാക്കന്മാർ, മാതാപിതാക്കൾ, മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ ഉറ്റ ബന്ധുക്കൾ,
വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്ത്, വമസാകിനു തർളൗനഹാ, വമസാകിൻ നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായ നിങ്ങളുടെ പാർപ്പിടങ്ങൾ, നിങ്ങളുടെ ഭവനങ്ങൾ, വഅംവാലുൻ വതിജാറത്തുൻ തഖ്ശൗന കസാദഹ, നഷ്ടം വന്നേക്കുമോ എന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്ന നിങ്ങളുടെ തിജാറത്ത് കച്ചവടങ്ങളും, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി, അള്ളാഹുവിനേക്കാളും അവൻ്റെ റസൂലിനേക്കാളും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്നതിനേക്കാൾ പരിശ്രമിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പ്രിയങ്കരമായി മാറുന്നുവെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ തീരുമാനം വരുന്ന നിമിഷങ്ങളെ കാത്തിരുന്നോളൂ. മുസ്ലിം ഉമ്മത്ത് ലോകത്തും രാജ്യത്തും ജീവിക്കുന്ന സംസ്ഥാനത്തുമൊക്കെ നമുക്കെതിരിലുള്ള കരുനീക്കങ്ങൾ, നമ്മുടെ അടിത്തറ മാന്തുന്ന, പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന, ജീവിക്കാനുള്ള പാർപ്പിട കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കപ്പെടുന്ന, പ്രോപ്പർട്ടികൾ പിടിച്ചെടുക്കപ്പെടുന്ന, അതുപോലെ തന്നെ നമ്മുടെ ആരാധനാലയങ്ങൾ, പള്ളികൾ, നമ്മുടെ വസ്തുവകകൾ, വഖഫുകൾ കയ്യേറ്റം ചെയ്യപ്പെടുന്ന കടുത്ത ഭീഷണികളിലൂടെ ഓരോന്നോരോന്നായി മാറി മാറി കടന്നു പോകുമ്പോൾ ഇപ്പറയപ്പെട്ട 5 കൂട്ടം കാര്യങ്ങളുണ്ട്. മാതാപിതാക്കൾ, മക്കൾ, അതുപോലെ തന്നെ സഹോദരങ്ങൾ, ഇണകൾ, അവരൊക്കെ നമുക്ക് എത്ര പ്രിയപ്പെട്ടവരാണ്. ബന്ധുക്കൾ, ഇവരെക്കാൾ മറ്റ് പറഞ്ഞ 3 സംഗതികൾ, സമ്പത്ത്, അതുപോലെ തന്നെ നിൻ്റെ പാർപ്പിട സമുച്ചയങ്ങൾ, വീടുകൾ, നിങ്ങളുടെ വീടുകൾ, അതുപോലെ തന്നെ കച്ചവടം, ബിസിനസ്, ഇതിനേക്കാളും പ്രിയങ്കരമാണോ നബി? കച്ചവട ലാഭത്തിന് വേണ്ടി നബിയുടെ ഒരു കൽപ്പനയെ നിങ്ങൾ അവഗണിക്കുമോ? എങ്കിൽ കാത്തിരുന്നോളൂ, റബ്ബിൻ്റെ ശിക്ഷ വരും. നോക്ക്, റസൂലിനെ നമ്മൾ സ്നേഹിച്ചതുപോലെ അവർ സ്നേഹിച്ചിട്ടില്ല. റസൂൽ ഒരു പോസ്റ്റ്മാനാണെന്ന്, അല്ലെങ്കിൽ ഒരു സന്ദേശവാഹകനാണെന്ന്, അതിനപ്പുറത്തൊന്നും റസൂലിനെ കുറിച്ച് നമ്മൾ തീരുമാനിച്ചുകൂടാ. അങ്ങനെ തീരുമാനിച്ചുകൂടാന്നാണോ പറഞ്ഞത്? നിൻ്റെ അപ്പനേക്കാളും, നിൻ്റെ അമ്മയെക്കാളും, നിൻ്റെ മക്കളെക്കാളും, നിൻ്റെ ഭാര്യയെക്കാളും നീ കൂടുതൽ സ്നേഹിക്കണമെന്ന് പറയുന്ന, നിൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കണമെന്ന് അള്ളാഹു പറയുന്ന നബി, ആ നബി അത്രയ്ക്കൊക്കെ മതിയോ? ആ നബിയെ നമ്മൾ സ്നേഹിക്കാൻ നമ്മളൊരു വൈകാരികമായ ഒരു തലത്തിലേക്ക് നമ്മുടെ സ്നേഹം പോകും. ആ സ്നേഹമാണ് സഹാബാക്കൾ എന്നും പ്രകടിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് സഹാബാക്കൾ, ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാൾ സ്നേഹിക്കണമെന്ന് പറയുക മാത്രമല്ല, സഹാബാക്കൾ ഇത് ചെയ്തു. സഹാബാക്കൾ പറയുമായിരുന്നത്, അള്ളാഹുവിൻ്റെ റസൂലിന് അനിഷ്ടമുള്ള എന്തെങ്കിലും കാര്യം വരുമോ എന്നവർ ഭയന്നാൽ അവരപ്പോൾ പറയാറുണ്ടായിരുന്ന വാക്കെന്തെന്നറിയോ? ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, ബി അബീ അന്ത വ ഉമ്മി, നബിയെ അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടക്കേടുള്ളത് ബി അബീ അന്ത വ ഉമ്മി, എൻ്റെ മാതാപിതാക്കൾ, വാപ്പയും ഉമ്മയും നബിയെ അങ്ങേക്ക് മുമ്പിൽ സമർപ്പണം എന്ന് പറഞ്ഞാൽ, എൻ്റെ വാപ്പ നഷ്ടപ്പെട്ടാലും ഉമ്മ നഷ്ടപ്പെട്ടാലും അങ്ങയ്ക്കൊരു വേദന വരുന്നത് എനിക്ക് സഹിക്കില്ല നബിയെ. ഇതവർ പറഞ്ഞതാ. ഇത് അതിരുവിട്ട വർത്തമാനമാണോ? ഇത് ഹദീസിൽ നിരന്തരം കാണാം. ഫിദാക അബീ വ ഉമ്മി, എൻ്റെ വാപ്പയും ഉമ്മയും നബിയെ അങ്ങേക്ക് അർപ്പണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്ത് നോക്കി സഹാബാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഉഹദിൻ്റെ രണാങ്കണത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ നേരെ പാഞ്ഞു വരുന്ന ശരങ്ങൾ തൻ്റെ നെഞ്ചത്തേറ്റുവാങ്ങുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഫീ ഗസ്വത്തി ഉഹദിൻ വയുർമാ ബൈന യദൈഹി വയഖൂൽ, തന്നെ ശത്രുക്കളുടെ മുമ്പിലേക്ക് എടുത്തെറിഞ്ഞു. അദ്ദേഹം അസ്ത്രങ്ങൾ പാഞ്ഞു വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദേഹത്ത് കൊള്ളാതെ അതിൻ്റെ മുമ്പിൽ കയറി നിന്നു. എന്നിട്ട് പറഞ്ഞു, ബി അബീ അന്ത വ ഉമ്മി യാ റസൂലല്ലാഹ് ലാ തുശ്രിഫു യുസീബുക സഹമുൻ മിൻ സിഹാമിൽ ഖൗമി, ആ ശത്രുക്കളുടെ അസ്ത്രം അങ്ങയുടെ നെഞ്ചത്ത് കൊള്ളാൻ ഞാൻ അനുവദിക്കില്ല നബിയെ. ഫിദാക അബീ വ ഉമ്മി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം നെഞ്ചത്ത് അസ്ത്രമേറ്റുവാങ്ങി മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, നഹ്രി ദൂന നഹ്റുക്, അങ്ങയുടെ ചങ്കത്തല്ല എൻ്റെ ചങ്കത്താണത് കൊള്ളേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് റവാഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. അങ്ങനെ അതെല്ലാം ഏറ്റുവാങ്ങി കൈ തളർന്ന അവശനായി റഅയ്തു യദ തൽഹത ശല്ലാഅ, തൽഹ റളിയല്ലാഹുവിൻ്റെ കൈകൾ തളർന്നു പോയതായി ഞാൻ കണ്ടു എന്ന് ഹദീസിൽ കാണാം. ഇതൊക്കെയായിരുന്നു നബിയെ സ്നേഹിച്ചതിൻ്റെ മാതൃകകൾ. ആ പുണ്യ റസൂലിനെ ആ മാതിരി പറയാനോ, ആ റസൂലിനെ ആ മാതിരി സ്നേഹിക്കാനോ, ആ ജീവിതത്തെ പിന്തുടരാനോ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ആലോചിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിനെ അവർ സ്നേഹിച്ചത് എങ്ങനെയാണ്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഷാമിലെ ഗവർണറായി അയക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷാൽ ഭരണാധികാരിയാണ്, പ്രധാനമന്ത്രിയാണ് അന്നത്തെ വാലി ഗവർണർ എന്ന് പറഞ്ഞാൽ. യമനിലേക്ക് അയക്കുമ്പോൾ മുആദ് ബിൻ ജബൽ പറയുകയാണ്, ഇല്ല നബിയെ ഞാൻ പോവില്ല, എനിക്ക് പ്രഭാതത്തിലും പ്രദോഷത്തിലും അങ്ങയെ കണ്ടുകൊണ്ടിരിക്കണമെന്ന്. അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടുകൊണ്ടിരിക്കാൻ, ഇത് കൽപ്പനയൊന്നുമല്ല,
റസൂലിനോടുള്ള സ്നേഹത്തിൽ, അതിൻ്റെ പ്രകടനത്തിൽ ഒരു കൽപ്പനയില്ല. ഒരു നാടിൻ്റെ ഭരണാധികാരിയായിപ്പോയി അള്ളാഹുവിൻ്റെ റസൂല് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറയുമ്പോൾ എനിക്കത് പ്രയാസമാണ് നബിയെ, അങ്ങേ കണ്ടുകൊണ്ടിരിക്കണമെന്ന് ഒരാൾ പറയുന്ന സ്നേഹം അതൊരു ഖുർആനിലും കാണില്ല, ഹദീസിലും കാണില്ല. എന്നാൽ കാണാം, നിന്റെ ജീവനേക്കാൾ, നിന്റെ മാതാപിതാക്കളെക്കാൾ ഈ നബി നിനക്ക് പ്രിയപ്പെട്ടതാകണമെന്ന് പറയുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് നമ്മെ കാട്ടിത്തന്നത് സഹാബാക്കളാ. അത് നമുക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കാനാവണം. ആ റസൂലിനെ അത്രമാത്രം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാനാവണം എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. പടച്ച തമ്പുരാൻ നമുക്ക് സഹാബാക്കൾ പ്രകടിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മാതൃക, സ്നേഹത്തിൻ്റെ, അതുപോലെ പ്രായോഗിക ജീവിതത്തിൻ്റെ. അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം ഒരു സഹാബിയുടെ ഏറ്റവും വലിയ വേദന എന്താണ്? നബിയെ എന്താണ്? ഒരു സഹാബി അള്ളാഹുവിൻ്റെ റസൂലിനെ സേവനം ചെയ്ത് സംപ്രീതനായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, എന്താണ് റബിഅ പറയൂ, എന്ത് വേണം, അത് ഞാൻ അള്ളാഹുവിൽ നിന്ന് വാങ്ങിത്തരാം. അദ്ദേഹം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇത് ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ സ്വർഗത്തിൽ എനിക്ക് അങ്ങയോടൊപ്പം ആയാൽ മതി. കാരണം ഞാനും സ്വർഗത്തിലായാൽ പോലും അങ്ങയുടെ പദവി എത്രയോ ഉയരെയാണ്. സ്വർഗത്തിൽ എനിക്ക് അങ്ങയെ കാണാനാവില്ലല്ലോ, അങ്ങയോടൊപ്പം സ്വർഗത്തിലായാൽ മതി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇന്നി ബികസറത്തി സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രമേൽ സ്നേഹിച്ച, സ്വർഗത്തിൽ എന്തെല്ലാം ചോദിച്ചാലും എന്ത് ചോദിച്ചാലും ഇപ്പം കിട്ടും. റസൂലുള്ളാഹി വാങ്ങിക്കൊടുക്കും. സമ്പത്താണെങ്കിൽ കിട്ടും, മറ്റെന്താണെങ്കിലും കിട്ടും. പക്ഷേ നബിയോടൊപ്പം സ്വർഗത്തിൽ എന്ന ഒരൊറ്റ ചോദ്യത്തിൽ തൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഒതുക്കി നിർത്തിയ സഹാബാക്കളിൽ നിന്ന് നബി സ്നേഹം പഠിക്കണം. നമ്മളൊക്കെയാണ് നബി സ്നേഹികൾ. നീയല്ല ഞാനാണ് നബി സ്നേഹി. പരസ്പരം തർക്കിക്കുന്നവർക്ക് ഇപ്പറഞ്ഞ സ്നേഹത്തിൻ്റെ ഏഴയലത്തെത്താൻ ഈ സങ്കടം സഹാബാക്കൾ ഉന്നയിച്ചപ്പോൾ അള്ളാഹു ആയത്തിറക്കി, ഒമൻ യുത്ഇല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ആര് വഴിപ്പെടുന്നുവോ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. അള്ളാഹുവിനും റസൂലിനും ആര് വഴിപ്പെട്ട് ജീവിക്കുന്നുവോ അവർ നാളെ സ്വർഗത്തിൽ നബിമാരോടൊപ്പം തന്നെയായിരിക്കും. അവരുടെ ഒപ്പം ജീവിക്കാൻ അള്ളാഹു ഇടം കൊടുക്കും. വഴിപ്പെടുക അള്ളാഹുവിൻ്റെ റസൂലിനെ. ആ പ്രതിജ്ഞ ഈ പുണ്യമാസത്തിൽ പുതുക്കാനാകണം. ഈ ഓർമ്മകൾ അതിനുവേണ്ടി ആയിരിക്കണം ഈ മാസം നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. അള്ളാഹു അതിന് തൗഫീഖ് തരുമാറാകട്ടെ എന്ന് സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം വാക്കുകളിൽ പ്രകടിപ്പിക്കാതെ അവരെൻ്റെ സ്നേഹം ചോദ്യം ചെയ്ത് എൻ്റെ സ്നേഹമാണ് ശരിയെന്ന് ഉറപ്പിക്കാൻ മെനക്കെടാതെ എനിക്ക് സ്നേഹമുണ്ടോ എന്നാണ് ഈ സമയം ആലോചിക്കേണ്ടത്. എനിക്കുണ്ടോ സ്നേഹം? മറ്റവന് സ്നേഹം ഇല്ല എന്ന് പറയാൻ എല്ലാവരും ഇറങ്ങി തിരിച്ചേക്കണേ, നിനക്ക് സ്നേഹം ഇല്ല നബിയോട്, എനിക്കേ ഉള്ളൂ എന്നാ. എനിക്ക് സ്നേഹമുണ്ടോ എന്ന് ആലോചിക്കാൻ ആർക്കും നേരമില്ല. അതല്ല നാം ചെയ്യേണ്ടത്. എനിക്ക് എൻ്റെ നബിയോട് സ്നേഹമുണ്ടോ? സ്നേഹത്തിൻ്റെ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ ഖുർആൻ ഹദീദിൻ്റെ മാനദണ്ഡങ്ങൾ, സഹാബാക്കൾ സ്നേഹം പ്രകടിപ്പിച്ച മാനദണ്ഡങ്ങൾ, അത് വെച്ച് മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ നബിയെ സ്നേഹിക്കാനായിട്ടുണ്ടോ? എൻ്റെ മക്കൾക്കായിട്ടുണ്ടോ? എൻ്റെ കുടുംബത്തിലായിട്ടുണ്ടോ എന്നാലോചിച്ചില്ലെങ്കിൽ നമ്മുടെ നബിയെ മുഖാമുഖം കാണാനുള്ള അവസരമാണ് നമ്മുടെ ജീവിതത്തിൽ വിനഷ്ടമാവുക. പടച്ചതമ്പുരാൻ നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ച് അവിടുത്തെ പിന്തുടരേണ്ടതുപോലെ വഴിപ്പെടേണ്ടതുപോലെ അവിടുത്തെ വഴിപ്പെട്ട് നമ്മുടെ ജീവിതത്തെ ഭാസുരമാക്കി തീർക്കുവാനും ആ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹശോഷണം നമുക്ക് വരുത്തി വയ്ക്കുമെന്ന് പറയുന്ന മഹാദുരന്തങ്ങളിൽ നിന്ന് മോചനം നേടുവാനും പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക.